അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റവാളികളായ കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തതിനെക്കുറിച്ചും നാട് കടത്തുന്നതിനെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ പൊതുജനങ്ങളുമായി പങ്കുവെക്കാൻ ഫെഡറൽ ഏജൻസികളോട് ആവശ്യപ്പെട്ടെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കുടിയേറ്റ നിയമ നടപടികൾക്ക് പൊതുജനങ്ങളുടെ പിന്തുണ വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയും ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റും പിടികൂടുന്ന കൊലയാളികളെയും മറ്റ് കുറ്റവാളികളെയും കുറിച്ച് സംസാരിക്കാൻ തുടങ്ങണം. അവർ നിരപരാധികളായ ധാരാളം ജീവനുകൾ രക്ഷിക്കുകയാണ് എന്നാണ്. കുടിയേറ്റ നിയമ നടപടികളെ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെടുത്തി ട്രംപ് മിനസോട്ടയെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി. മിനസോട്ടയിൽ ധാരാളം കുറ്റവാളികളുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. മിനസോട്ടയിൽ മാത്രം ആയിരക്കണക്കിന് ക്രൂരരായ മൃഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് രാജ്യത്തുടനീളമുള്ള കുറ്റകൃത്യങ്ങളുടെ കണക്കുകൾ ഏറ്റവും മികച്ച നിലയിൽ രേഖപ്പെടുത്തുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫെഡറൽ ഏജൻസികളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അക്രമികളായ കുറ്റവാളികളുടെ എണ്ണവും പേരും മുഖവും കാണിക്കണം, ഇപ്പോൾ തന്നെ കാണിക്കണം എന്നും ട്രംപ് എഴുതി. ഇതിലൂടെ പൊതുജനാഭിപ്രായം നിയമ നടപടികൾക്ക് അനുകൂലമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അമിതമായി പ്രതിഫലം വാങ്ങുന്ന പ്രശ്നക്കാരെയും അരാജകവാദികളെയും പ്രക്ഷോഭകരെയും പിന്തുണയ്ക്കുന്ന ആളുകൾ ഇതിന് പിന്നാലെ ഐസിയുടെ യഥാർത്ഥ യോദ്ധാക്കളെ പിന്തുണയ്ക്കാൻ തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. ട്രംപിന്റെ ഈ പ്രസ്താവനകൾ വരുന്നത് മിനസോട്ടയിലെ കുടിയേറ്റ നിയമ നടപടികൾക്കെതിരെ അദ്ദേഹത്തിന്റെ ഭരണകൂടം നിയമപരമായ എതിർപ്പുകൾ നേരിടുന്നതിനെതിരെയാണ്. തിങ്കളാഴ്ച മിനസോട്ടയിലെ നേതാക്കൾ കുടിയേറ്റ ഏജന്റുമാരുടെ വിന്യാസം തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ അപേക്ഷ തള്ളണമെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഒരു ഫെഡറൽ ജഡ്ജിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മിനസോട്ട സംസ്ഥാനവും ട്വിൻ സീറ്റ്സിലെ നേതാക്കളും ചേർന്ന് ഫയൽ ചെയ്ത കേസിനെ തുടർന്നാണ് ഈ നീക്കം. ഈ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് അവർ വാദിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് മിനസോട്ട ഉദ്യോഗസ്ഥർ കേസ് ഫയൽ ചെയ്തത്. ഫെഡറൽ ഏജന്റുമാരുടെ ഈ വർധനവിനെ അവർ ഫെഡറൽ അധിനിവേശം എന്ന് വിശേഷിപ്പിക്കുകയും 10ാം ഭരണഘടനാ ഭേദഗതിയുടെ ലംഘനമാണെന്ന് പറയുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെ ഇലിനോയ്സും ചിക്കാഗോ നഗരവും ചേർന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിക്കെതിരെ മറ്റൊരു കേസ് ഫയൽ ചെയ്തു. താമസക്കാരെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള സംഘടിത ബോംബാക്രമണം എന്നാണ് അവർ ഇതിനെ വിശേഷിപ്പിച്ചത്. എന്നാൽ ദേശീയ കുടിയേറ്റ നിയമങ്ങൾ നടപ്പിലാക്കാൻ ഫെഡറൽ ഗവൺമെന്റിന് വിശാലമായ അധികാരം ഭരണഘടന നൽകുന്നുണ്ടെന്ന് ട്രംപ് അദ്ദേഹത്തിന്റെ ഭരണകൂടവും വാദിക്കുന്നു. ചൊവ്വാഴ്ച വൈറ്റ് ഹൗസിൽ സംസാരിക്കവേ കുടിയേറ്റ ഉദ്യോഗസ്ഥർ ചിലപ്പോൾ തെറ്റുകൾ വരുത്താറുണ്ടെന്ന് ട്രംപ് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ മൊത്തത്തിലുള്ള നടപടികളെ അദ്ദേഹം പിന്തുണയ്ക്കുകയായിരുന്നു. അവർക്ക് തെറ്റുകൾ സംഭവിക്കാം. ചിലപ്പോൾ ഐസി ആരോടെങ്കിലും വളരെ കഠിനമായി പെരുമാറിയേക്കാം, അല്ലെങ്കിൽ അവർ വളരെ കഠിനരായ ആളുകളുമായി ഇടപെടുമ്പോൾ തെറ്റുകൾ സംഭവിക്കാം എന്നാണ് പ്രസിഡന്റ് പറഞ്ഞത്. കുടിയേറ്റത്തോടുള്ള ട്രംപിന്റെ കർശനമായ സമീപനത്തിനുള്ള പൊതുജന പിന്തുണ കുറയുകയാണെന്നാണ് അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത്. ഞായറാഴ്ച പുറത്തിറങ്ങിയ ഒരു CBS ന്യൂസ് YouGov പോൾ അനുസരിച്ച് 6 അമേരിക്കക്കാരിൽ ഒരാളിൽ കൂടുതൽ പേർ ഐസി ആളുകളെ തടയുന്നതിലും തടഞ്ഞു വെക്കുന്നതിലും വളരെ കർശനമാണെന്ന് പറഞ്ഞു. ഇത് നവംബറിനെ അപേക്ഷിച്ച് 5% വർധനമാണ്. ഐസി സമൂഹങ്ങളെ സുരക്ഷിതമല്ലാതാക്കുകയാണെന്ന് ഭൂരിപക്ഷം ആളുകളും അഭിപ്രായപ്പെട്ടു. 56% ആളുകൾ പറയുന്നത് ട്രംപ് ഭരണകൂടം അപകടകരമായ കുറ്റവാളികളല്ലാത്തവരെയാണ് നാട് കടത്തുന്നതിന് മുൻഗണന നൽകുന്നത് എന്നാണ്.